ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഫാമിലി ആയിട്ടൊരു ഡേ ഔട്ടിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-18 പേരോളം ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ കോവളത്തുള്ള ദ ട്രാവൻകൂർ ഹെറിറ്റേജ് എന്ന് പറയുന്ന റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് അലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 10:30 ടു ഈവനിങ് 5:30 ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് ചൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷേ പ്രോപ്പർട്ടിയിൽ എത്തിയതും നമ്മൾ അത് തിരുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഷെഡ്യൂളിനുള്ളിൽ നമുക്ക് ഈ റിസോർട്ട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വില്ലാസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പൂൾ വില്ലാസ് ഉണ്ട്, അതുപോലെ ബീച്ച് വ്യൂ ഉള്ള വില്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള വില്ലാസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു 18+ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്കൊരു റൂം അവർ ഫ്രീ ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിലോട്ട് ഞങ്ങൾ പോവുകയാണ്. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചധികം ഫോറിനേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിസോർട്ടിന് മൊത്തത്തിലൊരു ബാലി റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില വില്ലാസൊക്കെ കാണുമ്പോൾ നമ്മൾ ബാലിയിലാണോ എന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മളിവിടെ ഉള്ള ആക്ടിവിറ്റി സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പം മൊത്തത്തിലൊരു പച്ചപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ നമ്മളിൽ കുറച്ചധികം കുട്ടികളുണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ലഞ്ചിൻ്റെ ടൈമായി, ലഞ്ചിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കുള്ള സീറ്റ്സൊക്കെ ഓൾറെഡി റിസർവ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. സോ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. സാലഡ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്സ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കുറച്ചധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് റിസോർട്ടിലോട്ട് നടന്നു പോകുക എന്നുള്ളതൊരു ടാസ്ക്കായിരുന്നു. സോ നമ്മളവിടെ ബഗ്ഗി സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റൂമിൽ പോയി കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ഹോട്ട് വെതറായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് വെയിലൊക്കെ ഒന്ന് മങ്ങിയതിന് ശേഷം നമ്മൾ പൂളിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൂളിലോട്ട് പോകുന്ന വഴി. ഈ റിസോർട്ടിന് മെയിനായിട്ട് 2 പൂളാണ് ഉള്ളത്. അപ്പോൾ മെയിൻ പൂള് നമ്മൾ കയറി വരുന്ന ഭാഗത്തോട്ടാണ്, എൻട്രൻസ് ഏരിയയിലാണ്. ഇത് നമ്മുടെ റൂമിനോട് അടുത്തുള്ള പൂളാണ്. അപ്പോൾ പൂളിൽ ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്ക് തന്നെയായിരുന്നു. ഇവർ കുറച്ച് നേരം പൂളിലൊക്കെ വന്ന് എൻജോയ് ചെയ്തതിന് ശേഷം കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 മണിക്കൂറോളം പൂളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം റൂമിലോട്ട് പോയി ഫ്രഷായിട്ട് കോഫിയൊക്കെ കുടിച്ചപ്പോൾ നമുക്ക് പോകാനുള്ള ടൈമായി വരികയാണ്. അതോടൊപ്പം നാളെ വിഷു ആണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷു വിഷസ്. താങ്ക് യു.